ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു നീലാണ്ടൻ. സോ ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചാണ്. മിക്കവർക്കും വായനയെ അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ഭയങ്കരമായിട്ട് അറിയുന്ന ഒരു കഥയാണ് കാബൂളിവാല. രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കാബൂളിവാല എന്ന് പറഞ്ഞ സ്റ്റോറി. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കിൽ കാബൂളിവാല മാത്രമല്ല ഉള്ളത്, ഒരു കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ആണ് അദ്ദേഹത്തിൻ്റെ. സോ എന്നോട് പലരും പറയാറുണ്ട്, വായിക്കാൻ ഭയങ്കര മടിയുള്ള ആൾക്കാർ പറയാറുണ്ട്, നോവലുകൾ വായിച്ചിട്ട് ഒരിക്കലും തീരില്ല, കുറേ പേജുകളുണ്ട്, പെട്ടെന്ന് മടുത്തു പോകുന്ന പുസ്തകങ്ങളുണ്ട്, അപ്പോൾ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ വായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് പറ്റിയ ഒരു പുസ്തകമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിലൊരു എന്താ പറയുക, ഒരു 8-10 ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ഓരോ സ്റ്റോറിയും മാക്സിമം ഒരു 5-6 പേജേ ഉള്ളൂ, അതിൽ കൂടുതൽ പോകുന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ളൊരു പുസ്തകമാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇടം പിടിക്കുന്ന ഒരുപാട് കഥകളാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സോ കാബൂളിവാല സ്റ്റോറീസ് എന്നാണുള്ളത്, രവീന്ദ്രനാഥ ടാഗോർ. കാബൂളിവാലയെ കുറിച്ച് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഇനി കാബൂളിവാലയെ കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന്. മിക്കവർക്കും അറിയാവുന്ന കഥയാണ് കാബൂളിവാലയുടെ. എന്നാലും ചെറുതായിട്ടൊന്ന് സമ്മറൈസ് ചെയ്യാം. മിനി എന്ന് പറയുന്ന ഒരു വായാടി പെൺകുട്ടിയുടെ കഥ. അവൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. ജനിച്ച് കുറച്ച് ഒരു 1-1.5 വയസ്സിന് ശേഷം അവൾ മിണ്ടാതിരിക്കുന്നത് കേട്ടിട്ടേ ഇല്ല എന്നാണ് അവളുടെ അച്ഛൻ പറയുന്നത്. അത്രയും വായാടിയാണ്. ഒരുപാട് സംശയങ്ങളുള്ള, ലോകത്തെക്കുറിച്ച് തന്നെ ഒത്തിരി സംശയങ്ങളുള്ള ഒരു കുട്ടിയാണ് അവൾ. അവളുടെ അമ്മ മിണ്ടാതിരിക്കാൻ അവളോട് പറയുമ്പോഴും അവളുടെ അച്ഛൻ ഒരിക്കലും അവളോട് ഇരിക്കണമെന്ന് പറയില്ല. കാരണം അവൾ മിണ്ടാതിരുന്നാൽ വീട് മുഴുവനും ഭയങ്കര അൺനാച്ചുറൽ ആയിട്ട് തോന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മിനി ആരെയും ഭയക്കാത്തൊരു കുട്ടിയാണ് മിനി. പക്ഷെ ഒരാളെ മാത്രം മിനിക്ക് പേടിയാണ്. മിനിയെ അല്ലെങ്കിൽ ആ വഴി എപ്പോഴും പോകുന്ന ഒരാൾ, കാബൂളിവാല. അദ്ദേഹം അഫ്ഗാനിയാണ്. അദ്ദേഹം അവിടെ മറ്റ് ഡേറ്റ്സും അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ സെല്ല് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു മനുഷ്യനാണ് കാബൂളിവാല. അപ്പം കാബൂളിവാല, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് റഹ്മത്ത് എന്നാണ്. പക്ഷെ മിനി വിളിക്കുന്നത് കാബൂളിവാല എന്നാണ്. ആദ്യത്തെ കാഴ്ചയിൽ മിനി ഓടി ഒളിക്കുകയാണ് ചെയ്തത്. അപ്പം മിനിയുടെ അച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ അദ്ദേഹം തിരക്കുന്നുണ്ട് മോൾ എവിടെയെന്ന്. പക്ഷെ മോള് വരില്ല, മോള് ഒളിച്ചിരിക്കുകയാണ്. പിന്നീട് അങ്ങോട്ടേക്ക് മിനിയും റഹ്മത്തും തമ്മിലുള്ള ഒരു സൗഹൃദമാണ്. കാബൂളിവാലയെ ദൂരെ നിന്ന് കാണുമ്പോഴേ അവൾ വിളിച്ചു തുടങ്ങും, കാബൂളിവാല കാബൂളിവാല എന്ന് പറഞ്ഞ്. അങ്ങനെ കാബൂളിവാല വരും, കുറേ നേരം അടുത്തിരിക്കും, കുറേ നേരം സംസാരിക്കും. അവൾക്ക് കഴിക്കാൻ നട്ട്സും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അദ്ദേഹം പോവുക. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മകൾക്കും ഇതേ പ്രായമാണ്, അപ്പോൾ എനിക്ക് ശരിക്കും അവളെ ഓർമ്മ വരും മോളെ കാണുമ്പോഴെന്ന്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം മിനി പുറത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച കാബൂളിവാലയെ പോലീസ് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ അത് ഒരു ഫ്രെയിമായിട്ട് അവിടെ അവസാനിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മിനിയുടെ അച്ഛൻ ഉമ്മറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ മിനിയുടെ അച്ഛൻ അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു മനുഷ്യൻ മുന്നിലോട്ട് കയറി വന്ന് അദ്ദേഹത്തെ സലാം ചെയ്തു. അത് റഹ്മത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മിനിയുടെ അച്ഛൻ അദ്ദേഹത്തെ മനസ്സിലായില്ല. കാരണം വല്ലാത്ത വ്യത്യാസങ്ങളുണ്ട്. ബാഗില്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ താടിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഔട്ട്ലുക്കുകളൊന്നും അല്ല, തികച്ചും വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യൻ. അപ്പം അച്ഛൻ പെട്ടെന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് മനസ്സിലായതേ ഇല്ല, നിങ്ങൾ എവിടെയായിരുന്നു അല്ലെങ്കിൽ എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജയിലിൽ തന്നെയായിരുന്നു ഇത്രയും വർഷം, ഇന്നലെയാണ് ഞാൻ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് എന്ന്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് ചുറ്റും നോക്കുന്നുണ്ട്, നിങ്ങളുടെ മകൾ എവിടെ മിനി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛൻ പറയാണ്, ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളെ നല്ല ആരെയും ഇവിടെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ബോക്സ് എടുത്ത് അച്ഛനെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, ഇത് മോൾക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛന് മനസ്സിലായി, കാബൂളിവാല അല്ലെങ്കിൽ റഹ്മത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും മിനി കുഞ്ഞു കുട്ടി തന്നെയാണ്. അപ്പം ആ ഒരു കോൺവെർസേഷന് ശേഷം അദ്ദേഹം പെട്ടെന്ന് മിനിയെ വിളിപ്പിക്കുകയാണ്. അപ്പം മിനിയുടെ അമ്മയൊക്കെ എതിർക്കുന്നുണ്ട്, കല്യാണപ്പെണ്ണിനെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എന്നാലും മിനിയെ കണ്ടപ്പോൾ മിനി വന്നു റഹ്മത്തിനെ കാണാൻ വേണ്ടി. മിനിക്ക് ചെറുതായിട്ടൊരു ഓർമ്മയുണ്ട് റഹ്മത്തിനെ. അപ്പോൾ റഹ്മത്ത് ശരിക്കും പറഞ്ഞാൽ മിനിയെ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതേ പ്രായമായിരിക്കും എൻ്റെ മകൾക്കും, അവളെ കണ്ടിട്ട് ഒരുപാട് വർഷമായി എന്ന്. അങ്ങനെ അദ്ദേഹം മിനിയെ കണ്ടതിന് ശേഷം അവിടുന്ന് പോവുകയാണ്. അതിന് മുൻപ് തന്നെ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് മിനിയുടെ അച്ഛൻ കുറച്ച് പൈസ എടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കായിരിക്കും ഇനി പോകുന്നത് എന്നാണ് അവിടെ അസ്യൂം ചെയ്തു വെക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര സങ്കടം തോന്നിപ്പോയി. കാരണം കാബൂളിവാലയിൽ അങ്ങനെ ഒരു എൻഡിങ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ പറയാനാണെങ്കിൽ പലപ്പോഴും നമ്മുടെ പേഴ്സ്പെക്റ്റീവുകൾ, ഒരു മനുഷ്യനെ കുറിച്ചുള്ള നമ്മുടെ പേഴ്സ്പെക്റ്റീവുകൾ തികച്ചും വ്യത്യസ്തമാണ്. ചില ആളുകളെ കുറിച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി മോശമായിട്ട് തോന്നാം. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെയൊന്നും
ഉള്ള ആളെ അല്ല, പാവമായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ പേഴ്സ്പെക്റ്റീവുകളെ കുറിച്ചാണ് കൂടുതലായിട്ടും ഈ പുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ കഥയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് പലപ്പോഴും കഥ വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് കാബൂളിവാലയെ കുറിച്ചാണ്. കാബൂളിവാല മാത്രമല്ല, ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട് ഈ പുസ്തകത്തിൽ. ലിവിങ് ആൻഡ് ദ ഡെഡ്, പോസ്റ്റ് മാസ്റ്റർ, ലിറ്റിൽ മാസ്റ്റേഴ്സ് റിട്ടേൺ, സ്കെലിറ്റൺ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണിത്. ഒത്തിരി എൻ്റെ കയ്യിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയതാണ്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യുന്നത്. പെൻഗ്വിൻ പബ്ലിക്കേഷൻസിൻ്റെ ബുക്കാണിത്. സോ ഇതുപോലെയുള്ള ഷോർട്ട് സ്റ്റോറീസ് വായിക്കുക. അപ്പോൾ നമ്മുടെ റീഡിങ് ഹാബിറ്റ് വീണ്ടും കൂടും. താങ്ക് യു ഫോർ വാച്ചിങ്.